നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ നമ്മൾ നല്ല ആരോഗ്യമായിട്ടിരിക്കണം എന്നുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഡയറ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, നിങ്ങൾ ഈ വീഡിയോ ഫുൾ ലെങ്ത് കാണാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ലൈക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇതിന് ശേഷം പല വീഡിയോസുകൾ ഇടും. അതായത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാര്യം, ലഞ്ച് കഴിക്കുന്ന കാര്യം, ഡിന്നർ കഴിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഇതിലൂടെ പറഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഏത് രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ അതിൽ ആഡ് ചെയ്യാം എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ അടുത്ത വീഡിയോസുകളിൽ ഉണ്ടായിരിക്കും. എല്ലാം കൂടി ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ കറക്റ്റായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരു 3 ഐറ്റംസ് നമ്മളുടെ ഡയറ്റിൽ നിന്ന് വെയിറ്റ് ലോസ് അതുപോലെ തന്നെ ഹെൽത്ത് ആണ് നിങ്ങൾ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ 3 ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കണം, മൊത്തമായിട്ട് ഒഴിവാക്കണം. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭക്ഷണത്തിലൊക്കെയാണോ മധുരം ആഡ് ചെയ്യുന്നത് ആ ഭക്ഷണങ്ങൾ മൊത്തം ഒഴിവാക്കണം. രണ്ടാമത്തെ കാര്യം, എന്ത് ഭക്ഷണങ്ങളാണോ ഡീപ്പ് ഫ്രൈ ചെയ്ത് എണ്ണയിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുന്ന ഭക്ഷണങ്ങൾ അതെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, മൈദ കൊണ്ടുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കണം. അതായത് ബ്രെഡ് ആവാം, അതിപ്പോൾ ബ്രൗൺ ആയാലും വൈറ്റ് ആയാലും അത് ഒഴിവാക്കണം. ബിസ്ക്കറ്റ്, റസ്ക്, റൊട്ടി ഇതുപോലെയുള്ള എല്ലാ പൊറോട്ട ഇതുപോലെ ഉണ്ടാക്കുന്ന മൈദ കൊണ്ടുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കണം. ഓക്കെ, പിന്നെ എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് വൺ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു വെജിറ്റബിൾ സലാഡാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതെന്തൊക്കെ എടുക്കാമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് എടുക്കാം, കുക്കുംബർ എടുക്കാം, സബോള എടുക്കാം, തക്കാളി എടുക്കാം, പിന്നെ ലീഫി വെജിറ്റബിൾസ് ഉണ്ടായിരിക്കും നമുക്ക് സലാഡിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്. ഇതെല്ലാം കട്ട് ചെയ്ത് ഒരു സലാഡ് ഫോർമാറ്റിലാക്കുക. അതുപോലെ തന്നെ കുറച്ച് കപ്പലണ്ടി അതെടുക്കുക, ജസ്റ്റ് കയ്യിലൊന്ന് പിടിച്ചൊന്ന് ഞെക്കി കഴിഞ്ഞാൽ അതൊന്ന് പൊടിയും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അതിലിടുക. അതുപോലെ തന്നെ പൊട്ടുകടല, ഈ പൊട്ടുകടലും കുറച്ച് അതിൽ നമുക്ക് ആഡ് ചെയ്യാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് കടിക്കുമ്പോൾ നമുക്കൊന്ന് അത് കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ ഇതും അതിൽ ആഡ് ചെയ്യുക. പിന്നെ എന്നും വെജിറ്റബിൾ സലാഡ് എടുക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് യോഗോട്ട്, അത് നമുക്ക് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ യോഗോട്ട് കുറച്ച് അതിൽ ആഡ് ചെയ്യുക, എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അതിനോടൊപ്പം തന്നെ ഒരു എഗ്ഗ്, ബോയിൽഡ് എഗ്ഗ്, പുഴുങ്ങിയ മുട്ട നിങ്ങൾ അതിനോടൊപ്പം തന്നെ കഴിക്കാൻ. അത് അതിൽ വേണമെങ്കിൽ പൊടിച്ചിട്ട് മിക്സ് ആക്കി ഇടാം, അല്ലെങ്കിൽ വേണമെങ്കിൽ സെപ്പറേറ്റ് കഴിക്കാം. ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ലഞ്ച് എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങൾ 3 ടൈപ്പ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ബാക്കി എന്ത് ഫുഡാണോ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾ റൈസ് കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ റൈസ് നിങ്ങൾ ഇത്ര നാൾ എത്രത്തോളമാണോ എടുക്കുന്നുണ്ടായിരുന്നത് അതിൻ്റെ ജസ്റ്റ് ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. റൈസ് കുറച്ച് കുറയ്ക്കുക, ബാക്കി കറികളൊക്കെ നന്നായിട്ട് ആഡ് ആക്കിയിട്ട് ഇത്ര നാൾ നിങ്ങൾ എത്രത്തോളമാണോ ക്വാണ്ടിറ്റി ഭക്ഷണം കഴിച്ചിരുന്നത് അത്ര ക്വാണ്ടിറ്റി തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മൂന്നാമത്തെന്ന് പറയുന്നത് ഡിന്നർ നമ്മൾ ഫ്രൂട്ട് സലാഡ്, ഫ്രൂട്ട്സുകൾ ഇതേപോലെ തന്നെ സലാഡിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് നമുക്ക് കട്ട് ചെയ്തിടാൻ പറ്റുമോ അതെല്ലാം കട്ട് ചെയ്തിട്ട് ചെറിയൊരു ബൗള് ഫ്രൂട്ട് സലാഡ് നിങ്ങൾ നൈറ്റിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇതിൽ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഇതിൻ്റെ ഇടയിൽ മിനിമം ഒരു 5 മണിക്കൂർ ഗ്യാപ്പ് വേണം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒന്നും കഴിക്കാനായിട്ട് പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചിൻ്റെ ഇടയിൽ ഒരു മിനിമം ഒരു 5 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ലഞ്ച്, ഡിന്നർ ഇതിൻ്റെ ഇടയിലും ഒരു 5 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഈ ഗ്യാപ്പുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വാട്ടർ ഇൻടേക്ക് ചെയ്യണം. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരു 1.5 ലിറ്റർ വെള്ളം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് ഒരുപാട് ഇങ്ങനെ ഒരൊറ്റയടിക്ക് ഒരുപാട് കുടിച്ചിട്ടല്ല, കുറച്ചീശായിട്ട് കുടിച്ചിട്ട് ഒരു 1.5 ലിറ്റർ വെള്ളം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉച്ചയ്ക്ക് ശേഷം ഡിന്നർ വരെയും ഒരു 1.5 ലിറ്റർ വെള്ളം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഗ്യാപ്പിൽ. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ലൊരു ഹെൽത്തി വെയിറ്റ് ലോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ വളരെയധികം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഭക്ഷണത്തിലൂടെ എല്ലാ വൈറ്റമിൻസും നമുക്ക് കിട്ടണം. അപ്പോൾ ഈ വൈറ്റമിൻസ് കിട്ടാനായിട്ട് ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് മൾട്ടി വൈറ്റമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സപ്ലിമെന്റ്സ് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടും. ആ സപ്ലിമെന്റ്സ് ഡെയിലി 1 വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അത് ബ്രാൻഡ് ഒന്നും ഞാൻ പറയുന്നില്ല, നല്ലൊരു ബ്രാൻഡ് നോക്കിയിട്ട് നിങ്ങൾ മേടിക്കുക. അത് മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നല്ല ബ്രാൻഡ് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. മൾട്ടി വൈറ്റമിൻ ഒരെണ്ണം മേടിച്ചിട്ട് ഡെയിലി ഓരോന്ന് വെച്ച് കഴിക്കുക. അതിനോടൊപ്പം തന്നെ ഒമേഗ 3, അതായത് നമ്മൾ ഈ മീനെണ്ണ ഗുളിക എന്നൊക്കെ പറയില്ലേ, ആ സംഭവം മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. അതും
ഒരു ബോട്ടിൽ മേടിക്കുക, അതും ഡെയിലി ഒന്ന് വെച്ചിട്ട് എപ്പോഴെങ്കിലും ഡെയിലി ഒന്ന് വെച്ച് കഴിക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് ഈ ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. എന്നിട്ട് റിസൾട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവോ നിങ്ങൾ വിചാരിച്ചതിനേക്കാളും എന്തെങ്കിലും കുറവ് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ സ്റ്റെക്ക് സംഭവിക്കുകയാണ്, എങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോയുടെ ഇടയിൽ നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് ഇടുക. നിങ്ങൾ പേഴ്സണലായിട്ട് നമ്മൾ ഇതിൻ്റെ ചെറിയ ചെറിയ ടിപ്സുകൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുകൂടി നല്ല രീതിയിൽ വെജിറ്റബിൾ സലാഡൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളും, അതുപോലെ ലഞ്ച്, ഡിന്നർ, ഈ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസുകൾ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു.